SFI ബാനർ വിവാദത്തിന്റെ ചുവടുപിടിച്ച് സർക്കാർ ഗവർണർ പോരുമുറുകുന്നു. കാലിക്കറ്റ് സർവകലാശാല വിസിക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. ഗവർണർക്കെതിരെയുള്ള ബാനറുകൾ നീക്കാത്തതിൽ വിസി ഇന്ന് ഗവർണർക്ക് വിശദീകരണം നൽകും. കൂടാതെ ഇന്ന് നടക്കുന്ന സെമിനാറിന് മുന്നോടിയായി ക്യാമ്പസിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഗവർണർ സർക്കാർ പോരുമുറുകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. SFIയുടെ പ്രതിഷേധം, പക്ഷേ അതിന് മുന്നിൽ അല്പം പോലും വഴങ്ങാതെ നിൽക്കുന്ന ഗവർണറുടെ നിലപാടും കണ്ടു. കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരായി ഉയർത്തിയ SFIയുടെ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് ഗവർണർ നേരിട്ട് ഇറങ്ങി SP-യോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. SFIക്കാർ കെട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ബാനറുകൾ അങ്ങനെ 2 ദിവസം നിന്നത് എന്നുള്ളതും ഗവർണർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്തായാലും അതിൽ VC-യുടെ വിശദീകരണവും തേടിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രോഹിണി, കഴിഞ്ഞ 2 ദിവസങ്ങളായി കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളിലേക്കും അത് മാത്രമല്ല അതിന്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ നോമിനികളായി, സെനറ്റിലേക്ക് നോമിനികളായി ABVP പ്രവർത്തകരെ ഗവർണർ നിയമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് SFI പ്രതിഷേധം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഗവർണറുടെ വാഹനത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടികളുമായി ചാടി വീഴുകയായിരുന്നു. 3 തവണ ഗവർണർ കരിങ്കൊടികളുമായി SFI പ്രവർത്തകർ കരിങ്കൊടികളുമായി ചാടി വീഴുന്നതോടെ ഗവർണർ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി ഈ SFI പ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇത് തീർച്ചയായും SFI പ്രവർത്തകർക്ക് ആ തലത്തിലൊരു ഗവർണർ പ്രതിഷേധത്തിൽ തീർച്ചയായും വരണ്ടുപോയ SFI പ്രവർത്തകർക്കെതിരെ 7ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തുടർന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ നേതൃത്വത്തിൽ SFIയെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതായത് കേരളത്തിലെ ഒരു ക്യാമ്പസുകൾ പോലും ഗവർണറെ കാലുകുത്തിക്കില്ല എന്നായിരുന്നു SFI വെല്ലുവിളിച്ചത്. ഈ വെല്ലുവിളി ഗവർണർ പരസ്യമായി ഏറ്റെടുത്തതോടെ ഗവർണർ സർക്കാർ പോരിലേക്ക്, അല്ലെങ്കിൽ ഗവർണർ SFI പോരിന് കളമൊരുങ്ങുകയായിരുന്നു. തുടർന്നാണ് ഗവർണർ കേരളം സന്ദർശിക്കുന്നതിന് വേണ്ടി, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. സെമിനാറിൽ പങ്കെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ, അതായത് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ചിരുന്ന ഗവർണർ ഈ വെല്ലുവിളി SFI, അതായത് യൂണിവേഴ്സിറ്റി കോളേജുകളാവട്ടെ ഒരു ക്യാമ്പസുകളിലും ഒരു കലാലയത്തിലും ഗവർണറെ കാലുകുത്തിക്കുന്നതിനുള്ള SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ സർക്കാർ ഗസ്റ്റ് ഹൗസ് താമസം യൂണിവേഴ്സിറ്റി കോളേജിൽ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുന്നു. ഇത് SFIയെ പ്രകോപിതരാക്കുകയും തുടർന്ന് അവർ ഈ ഗസ്റ്റ് ഹൗസ്, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിന് മുൻപിൽ തടിച്ചുകൂടി കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നെങ്കിലും പോലീസിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ മൂലം അവരെ മാറ്റുകയും അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ ചിന്തിക്കേണ്ട വളരെ കൗതുകരമായ കാര്യം, ഈ ഗവർണറുടെ സഞ്ചാരപഥങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും SFI പ്രവർത്തകർക്ക് കരിങ്കൊടി കാണിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ്. കാരണം ഗവർണർ അന്ന് രാവിലെ അടക്കം ഡൽഹിയിൽ വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോടേക്ക് വിമാനം കയറുമ്പോൾ പറഞ്ഞിരുന്നത്, ഇനിയും തന്റെ മുൻപിലേക്ക് ആരെങ്കിലും കരിങ്കൊടിയുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും താൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും എന്താണോ തിരുവനന്തപുരത്ത് സംഭവിച്ചത് അത് ആവർത്തിക്കുകയും ചെയ്യുന്ന പരസ്യമായി തന്നെയാണ് ഗവർണർ വെല്ലുവിളിച്ചത്. തുടർന്ന് അന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട ഗവർണർ രൂക്ഷമായാണ് മുഖ്യമന്ത്രിക്കും SFI പ്രവർത്തകർക്കും നേരെ വിമർശനം നടത്തിയത്. തുടർന്ന് ഇന്നലെ വീണ്ടും യൂണിവേഴ്സിറ്റി കലാലയം അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേദിയാവുകയായിരുന്നു. അതായത് ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്ന ബാനറുകൾ അഴിച്ചു നീക്കണം, അതായത് പ്രകോപനപരമായ ഗവർണർക്ക് വ്യക്തിപരമായ അടക്കം വിമർശിക്കുന്ന ബാനറുകൾ അഴിച്ചു നീക്കണമെന്ന് ഗവർണർ രാവിലെ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏകദേശം രാത്രിയായിട്ടും പോലീസ് ഈ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. തുടർന്ന് ഗവർണർ വൈകുന്നേരത്തോടുകൂടി ഏകദേശം 7 മണിയോടുകൂടി തന്നെ നേരിട്ടിറങ്ങുകയും പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അതായത് എന്തിനാണ് നിങ്ങളുടെ സുരക്ഷ, പോലീസിന്റെ സുരക്ഷ എനിക്ക് ആവശ്യമില്ല, ഒരു നിർദ്ദേശം പാലിക്കാൻ പോലും സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷ വേണ്ട എന്നുള്ള തരത്തിലേക്ക് ഗവർണർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് നിർവാഹമില്ലാതെ ഈ ബാനറുകൾ, നമുക്കറിയാം ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ പ്രദേശത്താണ് ഈ ബാനറുകൾ കെട്ടിയിരുന്നത്. ഈ ബാനറുകൾ പോലീസ് അഴിച്ച് മാറ്റുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായി SFI പ്രവർത്തകർ വീണ്ടും രാത്രിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കോളേജിലേക്ക് വരികയും വീണ്ടും ബാനറുകൾ കെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി.
എന്നാൽ ഈ ബാനറുകൾ കെട്ടുമ്പോൾ പോലും പോലീസ് ഈ ബാനർ അഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അതിന് തടയിടാനോ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഗവർണർ പങ്കെടുക്കുന്ന ഈ ഒരു സെമിനാറിന്റെ ഫ്ലക്സ് ബോർഡുകളടക്കം പരസ്യമായി കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആ തലത്തിലേക്കുള്ള പ്രകോപനവും SFI സൃഷ്ടിച്ചു. തുടർന്ന് ഗവർണർ VC തന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് VCക്കെതിരായ നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ബാനർ അഴിച്ചു നീക്കിയില്ല? വ്യക്തിപരമായും എന്തായാലും ആനന്ദ്, നമ്മൾ കണ്ടതാണ് SFIയുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് പാളി പോകുന്നത് എന്നുള്ളത്. ഗവർണർക്ക് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നന്നായി ബോധമുള്ള SFI പ്രവർത്തകർ ഗവർണർ വരുന്നതിന് മുൻപേ പ്രതിഷേധിക്കുന്നു. പോലീസുമായിട്ടുള്ള ഒരു സമവായത്തിലെത്തി അറസ്റ്റ് വരിക്കുന്നു. അതിനുശേഷം ഞായറാഴ്ച ദിവസം പ്രതിഷേധത്തിന് അവധി നൽകുന്നു. ഇന്ന് വീണ്ടും പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഗവർണർ പങ്കെടുക്കുന്ന ഒരു സെമിനാറുണ്ട്. അതിലുൾപ്പെടെ SFIയുടെ പ്രതിഷേധം ഏതു രീതിയിലായിരിക്കും നടക്കുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഇന്ന് ഏകദേശം 3:30 കൂടി തന്നെയാണ് ഗവർണർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്. അതായത് സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും കൂടി നയിക്കുന്ന ഒരു സെമിനാറാണ്, നേതൃത്വം നൽകുന്ന സെമിനാറാണ്. ശ്രീനാരായണ ഗുരുദേവനെ അനുബന്ധിച്ചുള്ള ഒരു സെമിനാറാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണറാണ്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള നേതാക്കൾ, ആത്മീയ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സെമിനാറിന് നേരെ അടക്കം കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ SFI നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു കാര്യം ആളുകൾ വളരെ ട്രോളുകളായി എടുത്തിരുന്നു. എന്നാൽ ഇന്ന് ഗവർണർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തുന്നതോടുകൂടി ഒരു സ്വഭാവം മാറുകയും തീർച്ചയായും SFI ശക്തമായി തന്നെ പ്രതിഷേധം നടത്തും. അതായത് ഒരു ബാനർ അഴിച്ചു മാറ്റിയാൽ 9 ബാനറുകൾ കെട്ടും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ 100 ബാനറുകൾ കെട്ടുമെന്ന് തന്നെയാണ് SFI ഇന്നലെ വീണ്ടും പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി രാവിലെയോട് കൂടി തന്നെ പോലീസ് സന്നാഹം ശക്തമാക്കിയിരിക്കുകയാണ്. വലിയ വാഹനങ്ങളിൽ, അതായത് 5-6 വാഹനങ്ങളിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 500-600ഓളം പോലീസുകാർ തത്സമയം തന്നെ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഗവർണർ ഗസ്റ്റ് ഹൗസിനടക്കം ശക്തമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും SFI ഏത് തരത്തിലാണ് ഈ പ്രതിഷേധത്തെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നേരിട്ട് ഗവർണറെ തടയുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാനുള്ള ചങ്കുറപ്പോടത്തോട് തന്നെയാണ് ഗവർണർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ നമുക്ക് ആ തലത്തിൽ തന്നെ അടയാളപ്പെടുത്തി എടുക്കേണ്ടി വരും. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഘർഷ തലത്തിലേക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കടന്നു പോവുക. എന്നാലും പോലീസ് ആ തലത്തിലേക്കുള്ള പോലീസിനുള്ള വിഭാഗം കൃത്യമായ ഒരു സുരക്ഷ തന്നെയാണ് ഗവർണർക്ക് ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോലീസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഉള്ളത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം ഈ സെമിനാർ ഹാളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രോഹിണി. ആനന്ദ്, അതോടൊപ്പം നമുക്കറിയാം, ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഗവർണർ നിലവാരമില്ലാതെ പെരുമാറുന്നു, പദവിയെ ബഹുമാനിക്കുന്നില്ല, ആ രീതിയിലുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തെ ന്യായീകരിക്കുകയും എന്നാൽ ഗൺമാൻ ഏതു രീതിയിലുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്നുള്ള ചോദ്യത്തിന് മൈക്ക് ഓഫാക്കി പോവുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും രോഹിണി, ഇതിനെ രാഷ്ട്രീയ തലത്തിലേക്ക് വലിച്ചിടാൻ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം തീരുമാനിച്ചിരിക്കുന്നതും അതിന് അനുയോജ്യമായിട്ടുള്ള തിരക്കഥകൾ കൊണ്ടിരിക്കുന്നതും. അതായത് ഇടതുപക്ഷം കരിങ്കൊടി കാണിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ കരിങ്കൊടിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കരിങ്കൊടി കാണിക്കുമ്പോൾ അത് ജനാധിപത്യമല്ലാത്ത പ്രതിഷേധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൗതുകരമായിട്ടുള്ള വിശദീകരണം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ ചുമതല ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നേരെയാണ് തിരുവനന്തപുരത്ത് കാറിന് നേരെ ചാടി വീഴുകയും അവരുടെ കയ്യിലുള്ള കൊടികെട്ടാൻ ഉപയോഗിച്ചിരുന്ന വടി കൊണ്ട് കാറിന് നേരെ അടിക്കുക പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച
ഗവർണർക്ക് നേരെ ഉണ്ടാകുന്നത് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ്. അത്തരത്തിൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ സാധിക്കാതെ ഗവർണർക്ക് നേരെ കുതിര കയറുന്ന അല്ലെങ്കിൽ ഗവർണർക്ക് നേരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകുന്നത് ഗവർണറെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, പാൻപരാഗ് ചവയ്ക്കുന്ന ഗവർണർ ഇവിടെ തുപ്പരുത് തുടങ്ങിയിട്ടുള്ള വളരെ മോശപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ ഒരു SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ഗവർണർക്ക് നേരെയുള്ള എല്ലാ കടന്നുകയറ്റങ്ങളെയും വളരെ നിസ്സാരവൽക്കരിക്കുകയും ഗവർണറെ ആ തലത്തിൽ യാതൊരു തരത്തിലുള്ള ബഹുമാനങ്ങളും അർഹിക്കാത്ത തരത്തിലുള്ള പ്രകോപനങ്ങളും പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെല്ലാം ന്യായീകരിക്കുന്ന തലത്തിലേക്കാണ് CPM-ന്റെ മറ്റ് നേതാക്കളും, അതായത് SFIയുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് തന്നെയാണ് CPM-ന്റെ നേതാക്കളടക്കം രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ചൂടുപിടിച്ചോടുകൂടി തന്നെ SFI പ്രതിരോധത്തിലായിട്ടുണ്ട്. കാരണം കൃത്യമായും SFI മുൻ അനുഭവങ്ങളുടെ അപ്പുറത്തേക്ക് SFI ഈ തരത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും പരസ്യമായ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അവർക്ക് നേരെ നിന്ന് ചങ്കർപ്പോടുകൂടി പൊരുതാനും കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടെന്ന് എന്തായാലും പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ട്. രോഹിണി, ശരി. ഗവർണർ സർക്കാർ പോരുമുറുകുമ്പോൾ ഇന്ന് ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ വൈകുന്നേരമാണ്. SFI പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ സന്നാഹമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.